എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള DPharm, DHI, DMLT ഇതുപോലുള്ള വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള തേർഡ് അലോട്ട്മെൻറ്റ് ഡിസംബർ 12-ാം തീയതി പ്രസിദ്ധീകരിക്കും. അതിനുശേഷം ഡിസംബർ 12-ന് ശേഷം ഡിസംബർ 16-ാം തീയതി വരെ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാനും അതിനുശേഷം ഡിസംബർ 12-ാം തീയതി മുതൽ ഡിസംബർ 17-ാം തീയതി വരെ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്യാനും സാധിക്കുന്നതാണ്. ഓൾറെഡി ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്ക് അന്ന് ആ ഒരു തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പേജിൽ, അതായത് യുവർ അലോട്ട്മെൻറ്റ്സ് എന്നുള്ള ആ ഒരു പേജിൽ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ വന്നതായിട്ട് കാണാം. അതും ഡൗൺലോഡ് ചെയ്തെടുത്ത് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സും ഫീസും സഹിതം അതത് കോളേജുകളിൽ വിദ്യാർത്ഥികൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് എന്താണ്, ആർക്കൊക്കെയാണ് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് മുഖ്യഘട്ടത്തിലെ 1, 2, 3 അലോട്ട്മെൻറ്റുകൾക്ക് ശേഷം പിന്നീടും ആ ഒരു വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് വേക്കൻസി വരുന്ന സാഹചര്യത്തിൽ ആ ഒരു സീറ്റ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റുകൾക്ക് ശേഷം ഒഴിവ് വരുന്ന സീറ്റുകളിലേക്കും അതുപോലെ തന്നെ പുതുതായിട്ട് വരുന്ന കോളേജ് കോഴ്സുകളിലേക്കും വിദ്യാർത്ഥികളെ പരിഗണിച്ച് ആ ഒരു സീറ്റുകളിലേക്ക് വിദ്യാർത്ഥികളെ അലോട്ട്മെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഘട്ടങ്ങളിൽ സീറ്റ് വേക്കൻസി താരതമ്യേന കുറവായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുത്ത് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളും ആ ഒരു ഘട്ടത്തിൽ കോഴ്സ് അല്ലെങ്കിൽ കോളേജ് മാറ്റം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികളും ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാറുണ്ട്. സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഏത് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലാണോ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നത് അങ്ങനെ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ജോയിൻ ചെയ്യാതിരിക്കുകയാണെങ്കിൽ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ വിദ്യാർത്ഥികളെ യാതൊരു കാരണവശാലും പരിഗണിക്കില്ല. അതായത് പുതുതായിട്ട് ഓപ്ഷൻ നൽകാൻ സാധിക്കില്ല. അതായത് ലോഗിൻ ചെയ്യുന്ന സമയത്ത് പിന്നീട് ഓപ്ഷൻ നൽകാനുള്ള ലിങ്കൊന്നും പിന്നീട് വെബ്സൈറ്റിൽ കാണിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഘട്ടങ്ങളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ നിങ്ങൾ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള കോളേജ് കോഴ്സുകൾ മാത്രമേ ഈ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഘട്ടങ്ങളിൽ നിങ്ങൾ ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്താവൂ. ഇനി വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ചോദിക്കുന്നതാണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റുകളിൽ, ഈ ഒരു അലോട്ട്മെൻറ്റുകളിൽ ഏതെങ്കിലും ഒരു അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയും ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും ചെയ്ത വിദ്യാർത്ഥികൾക്ക് അതിനുശേഷം കോളേജിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾ എങ്ങനെയാണ് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുക എന്നുള്ളത്. വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജ് ഗവൺമെൻറ് കോളേജ് അല്ല എന്നാണെങ്കിൽ വിദ്യാർത്ഥികൾ കോളേജിൽ നിന്നും NOC, അതായത് നോൺ ഒബ്ജക്ഷൻ കം പൊസഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. NOC സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ കോളേജിൽ നൽകിയ ഫീസ്, അതുപോലെ ഡോക്യുമെൻറ്റ്സ് എന്നിവ നിങ്ങൾക്ക് പുതുതായിട്ട് മറ്റൊരു കോളേജിലോ അല്ലെങ്കിൽ കോഴ്സിലേക്കോ മാറ്റം കിട്ടുകയാണെങ്കിൽ അത് തിരികെ തരുമെന്നും അത് കോളേജിന് യാതൊരു വിധത്തിലുള്ള പ്രോബ്ലം ഇല്ല എന്ന് കോളേജ് നൽകുന്ന ഉറപ്പാണ് NOC എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു NOC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തുകൊണ്ട് അലോട്ട്മെൻറ്റിന് ശേഷം, തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം കോളേജിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടുകയും എന്നാൽ ഈ ഒരു അലോട്ട്മെൻറ്റുകളിൽ ഏതെങ്കിലും ഒരു അലോട്ട്മെൻറ്റ് കിട്ടുകയും എന്നാൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാതിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് കിട്ടിയിട്ടുള്ള അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. പങ്കെടുക്കാവുന്നതാണ്. നിങ്ങൾക്കും ഓപ്ഷനുകൾ നൽകാം. അതിന് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. അതുപോലെ തന്നെ പല വിദ്യാർത്ഥികളും ഉണ്ടാകും, അതായത് ഫസ്റ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയും ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സീറ്റ് നഷ്ടപ്പെടുമോ, അതുപോലെ തന്നെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുത്താൽ നിങ്ങൾക്ക് ആ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ആ ഒരു പുതുതായിട്ട് കോളേജ് കിട്ടുന്ന സമയത്ത് അത് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുമോ, ഇനി അതല്ല നിങ്ങൾക്ക് എവിടെയും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഒരു പൈസ റീഫണ്ട് ചെയ്യുമോ എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ സംശയമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ അലോട്ട്മെൻറ്റ് കിട്ടുകയും നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും ചെയ്തു, എന്നാൽ നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക്, അതായത് ഈ ഒരു നിശ്ചിത ഡേറ്റിനുള്ളിൽ നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ ആ ഒരു ഫസ്റ്റിലോ സെക്കൻഡിലോ തേർഡിലോ കിട്ടിയിട്ടുള്ള ആ ഒരു സീറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും. അതിനുശേഷം സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾ പങ്കെടുക്കുകയും എന്നാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയും ചെയ്തു, പുതുതായിട്ട് മറ്റൊരു കോളേജിലേക്ക് കിട്ടുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി അടച്ചിട്ടുള്ള ടോക്കൺ ഫീ പേയ്മെൻറ്റ്, അതായത് ഓൾറെഡി നിങ്ങളുടെ അക്കൗണ്ടിൽ, അതായത് LBSൻ്റെ ആ ഒരു പ്രൊഫൈലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് പുതുതായിട്ട് മറ്റൊരു കോളേജ് എവിടെയാണോ കിട്ടിയത് ആ ഒരു കോളേജിലേക്ക് LBS സെൻറ്റർ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആയിരിക്കും. ഇനി അതല്ല, വിദ്യാർത്ഥികൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തു, അതുപോലെ അഡ്മിഷൻ നേടിയിട്ടില്ല, എന്നാൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാൽ നിങ്ങൾക്ക് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ എവിടെയും കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു കോഴ്സ് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു അടച്ച പൈസ, അതായത് ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുമോ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയും എന്നാൽ നിങ്ങൾ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം കോളേജിൽ ജോയിൻ ചെയ്യാതിരിക്കുകയും അതുപോലെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുകയും എന്നാൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് കിട്ടാതെ വരികയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അടക്കുന്ന ആ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് നിങ്ങൾക്ക് റീഫണ്ടായിട്ട് തിരികെ ലഭിക്കുന്നതാണ്. ടോക്കൺ ഫീ പേയ്മെൻറ്റ് റീഫണ്ട് കിട്ടാനായിട്ട് ഏകദേശം ഒരു 3 മാസത്തോളം ടൈം ഈ ഒരു അപേക്ഷ നൽകിയ ശേഷം, റീഫണ്ടിനുള്ള റിക്വസ്റ്റ് നൽകിയ ശേഷം അത്രയും സമയങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു പൈസ നിങ്ങൾക്ക് റീഫണ്ടായിട്ട് കിട്ടുകയുള്ളൂ എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് കോഴ്സുകൾ ഓപ്ഷൻ
ഓപ്ഷൻസ് ആയിട്ട് വെക്കാൻ പറ്റുമോ എന്നുള്ളത്. സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ള ഏത് കോളേജ് കോഴ്സുകളും ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്താം. ഓരോ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് മുന്നോടിയായിട്ടും ഏതൊക്കെ കോളേജിൽ വേക്കൻസി ഉണ്ട് എന്നുള്ള കാര്യം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. വേക്കൻസി നോക്കാതെ തന്നെ നിങ്ങൾക്ക് സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളിൽ ഓപ്ഷനുകൾ നൽകാം. അതുപോലെ തന്നെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് റീഫണ്ടുമായി ബന്ധപ്പെട്ട് ചില സമയങ്ങളിൽ, അതായത് സ്പെഷ്യൽ അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് ഘട്ടങ്ങളിൽ പ്രത്യേക തരത്തിൽ ഓർഡേഴ്സ് വരാറുണ്ട്. അതായത് ആ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അടച്ച പൈസ റീഫണ്ട് ആയിട്ട് തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒക്കെ ചില സമയങ്ങളിൽ വരാറുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളാണ് വരുന്നത് എന്നുള്ളതനുസരിച്ച് നിങ്ങളെ ആ ഒരു വിവരം അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് കോഴ്സാണ് അലോട്ട്മെൻ്റ് ആയിട്ട് കിട്ടുന്നതെങ്കിൽ കോളേജിൽ ജോയിൻ ചെയ്യുക. ഇനി അഥവാ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കോളേജ് കോഴ്സുകളാണ് നിങ്ങൾക്ക് അലോട്ട്മെൻ്റ് ആയിട്ട് കിട്ടുന്നത്, നിങ്ങൾക്ക് ഒട്ടും പഠിക്കാൻ താല്പര്യമില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാവുന്നതാണ്. സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങൾ ഈ ഒരു അഡ്മിഷൻ നേടണം എന്നുള്ളത്, അതായത് ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യണം എന്നുള്ളത് പ്രത്യേകിച്ച് നിർബന്ധമല്ല. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല, മറ്റൊരു കോളേജ് ആണ് ആവശ്യമെങ്കിൽ വിദ്യാർത്ഥികൾ ആ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ കോളേജിൽ ജോയിൻ ചെയ്ത് NOC വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം. ഇനി അതല്ലെങ്കിൽ കോളേജിൽ ജോയിൻ ചെയ്യാതെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം അഡ്മിഷൻ നേടാതിരിക്കുകയോ അല്ലെങ്കിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാതെ തന്നെ അഡ്മിഷൻ നേടാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച ആ ഒരു സീറ്റ് നഷ്ടപ്പെടും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലോ സ്പോട്ട് അലോട്ട്മെൻറ്റിലോ മറ്റൊരു കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ ഈ ഒരു ഓൾറെഡി അടച്ച ടോക്കൺ ഫീ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ആ ഒരു പുതുതായിട്ട് എവിടെയാണോ അലോട്ട്മെൻറ്റ് കിട്ടുന്നത് ആ ഒരു കോളേജിലേക്ക് LBS സെൻറ്റർ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആയിരിക്കും. അതുപോലെ തന്നെ ഇതുവരെ അലോട്ട്മെൻറ്റിനെ അപേക്ഷിച്ച് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് എന്നാൽ ഇതുവരെ അപേക്ഷ നൽകാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ, അതായത് ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും. അതായത് ന്യൂ രജിസ്ട്രേഷനല്ല, LBSൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉണ്ട് എന്നാൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഘട്ടത്തിൽ, അത് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഘട്ടത്തിൽ ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. ഡിസംബർ 17-ാം തീയതിക്ക് ശേഷം മാത്രമായിരിക്കും ഈ ഒരു സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.